മൂട കുത്തി വെച്ചേക്കല്ലേ. ഹലോ, നമസ്കാരം. വീണ്ടും ഒരു വാഹന വിശേഷമായിട്ടും സ്വാഗതം, സുസ്വാഗതം. ഇന്ന് നമ്മുടെ സ്വന്തം ബ്രാൻഡ് വെച്ച് ഐ ലവ് ദ മോസ്റ്റ്, BMW. അതിൻ്റെ iX3 വിശേഷങ്ങളാണ്. ഈ വാഹനം എന്ന് ലോഞ്ച് ചെയ്തു എന്നും ഈ വാഹനത്തിൻ്റെ കിലോവാട്ട് പവർ, റേഞ്ച്, എല്ലാ സ്പെക്കുകളും നിങ്ങൾക്കറിയാം. ഞാനിതിൻ്റെ ഒരു 2 ദിവസത്തെ യൂസർ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. യൂസർ റിവ്യൂ എന്ന് വെച്ചാൽ വാഹനം ഓടിക്കുന്ന വീഡിയോസ് ഒന്നും അധികം കാണത്തില്ല കേട്ടോ. ജസ്റ്റ് എ കപ്പിൾ ഓഫ് തിങ്സ് വിച്ച് ഐ നോട്ടീസ്ഡ് ഇൻ ദിസ് വെഹിക്കിൾ. വാഹനത്തിന് ഈ പറഞ്ഞ മാതിരി നമുക്കറിയാവുന്ന പോലെ ഹോൺ ഒഴികെ ബാക്കി ഒന്നിനും അത്ര ശബ്ദം ഇല്ല. ഇതൊരു ഇലക്ട്രിക് വാഹനമായതിനാൽ തന്നെ ഇതിനൊരു എൻജിൻ പവർ ചെയ്യുന്നില്ലെന്നും അതിനൊരു സൗണ്ട് ഇല്ലെന്നും iX3 എന്നുള്ള ഒരു ബ്രാൻഡ് കേൾക്കുമ്പോൾ വാഹന പ്രേമികൾക്ക് എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. എന്നിരുന്നാൽ പോലും ചുമ്മാ ഒരു കൗതുകത്തിന് പറഞ്ഞതേ ഉള്ളൂ. അത്രയുമൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും ഇതിലും സ്പോർട്ട്, കംഫർട്ട്, എക്കോ മോഡുകൾ എന്നുള്ള ഈ 3 മോഡുകളും ഉണ്ട്. സ്പോർട്ട് മോഡുകൾ ഓഫ് കോഴ്സ് BMW തരുന്ന അതേ പെർഫോമൻസ് ഇലക്ട്രിക് വേൾഡിലും അവർ സിമുലേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് while we are talking, this steering pedal, ഇതിനൊരു പാഡൽ ഷിഫ്റ്റും കൂടി ആവായിരുന്നു. അനിവാര്യമല്ല ഒരു ഇലക്ട്രിക് വേർഷൻ, എന്നിരുന്നാൽ പോലും പാഡൽ ഷിഫ്റ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഫണ്ണായിരുന്നേനെ. പാഡിൽ ഇല്ലെങ്കിൽ പോലും that sheer driving pleasure that BMW offers with its steering as a driver's car is at its optimum. With this amount of instant torque delivery with an electric vehicle, അതിനൊരു കോംപ്രമൈസും ഇല്ലാണ്ട്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനൊരു കോംപ്രമൈസും ഇല്ലാണ്ട് തന്നെ X3 കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസത്തെ ഡ്രൈവിനൊടുവിൽ ദിസ് സ്റ്റാൻഡ്സ് as an X3 without a machine. This is a light machine but a powerful machine. ഇപ്പോൾ കാഴ്ച നോക്കിക്കഴിഞ്ഞാൽ AC ഓണാണ്, വണ്ടിയുടെ പവർ ഓണാണ്. എന്നിരുന്നാൽ ഇത്രയും സൗണ്ടേ ഉള്ളൂ. പിൻ സ്പീഡ് 2 ആണ്, വണ്ടി ഓണാണ്. ഇറ്റ്സ് നോട്ട് സോ ക്യൂരിയസ് എ ഫാക്ട് ദാറ്റ് നമ്മളിപ്പം ഒത്തിരി ഇലക്ട്രിക് വാഹനങ്ങളായിട്ട് യൂസ് ടു ആണ്. The steering wheel is the master brain. The steering wheel is the master engineered brain. Rotary controls for the infotainment and the home cluster. ഇവിടെ ഒരു തനതായ മാനുവൽ ജോയ്സ്റ്റിക് മിസ്സിംഗ് ആണ്. ആ ഒരു മോഡേൺ റിഫോം, പുതിയ ഡിസൈൻ റിഫോമിൽ വന്നതാണ്. എന്നിരുന്നാൽ കൂടിയും ദാറ്റ് ഇസ് സ്റ്റിൽ മിസ്സിംഗ് ദി എംബഡഡ് പാർക്ക് ബട്ടൺ, റിവേഴ്സ് ഡ്രൈവ്, മാനുവൽ, അപ്പ് ഡൗൺ. ആ ഒരു ഫൺ റിയലി മിസ്സിംഗ് ആണ്. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ആസ് ഇഫ് ഇറ്റ് ഇസ്, അത് ഇവിടെ നിന്ന് ഷിഫ്റ്റായി ഇവിടെ എത്തി. ആൻഡ് യാ, ഓഫ് കോഴ്സ് സ്റ്റിയറിംഗ്. പുറത്ത് ഇറങ്ങി ഒരു വാക്ക് അറൗണ്ട് നോക്കുകയാണ്. ദിസ് ഇസ് അവർ ലുക്സ് ഫ്രം ഔട്ട്സൈഡ്. ഫാനിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ AC വർക്ക് ചെയ്യുന്നതിന്, വണ്ടി ഓണാണെങ്കിൽ കൂടി. ആകെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, I'm still standing here. Sorry. ഇത് എൻ്റെ ഹൈറ്റിനൊപ്പേ ഉള്ളൂ. സോ പാസഞ്ചർ സാധനങ്ങൾ ലോഡ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. കറക്റ്റ് മീ ഇഫ് ഐ എം റോങ്. ദ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഐ ഹവ് ട്രൈഡ് മൈ ബെസ്റ്റ് ബട്ട് ദാറ്റ് ഡിഡ്ന്റ് വർക്ക് ത്രൂ. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. So that's how it goes. This is a short one, but yeah, this is my driving experience with this. ഇതുപോലത്തെ കുട്ടി നുറങ്ങ് കുഞ്ഞു വാഹന വിശേഷങ്ങളുമായി വീണ്ടും സന്ധിക്കും വരേക്കും ബൈ. ഫ്ലോർ മൗണ്ടഡ് ഫുഡ് പെഡലും എക്സ്ട്രൈവും സ്റ്റിയറിംഗ് കംഫോർട്ടും എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഒരു മലയാളി ഇതിനെ നോക്കി കാണുന്ന പോലെ 2 കുറ്റം പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണ്? ഇതിന് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ചാർജ് ചെയ്യുമ്പോൾ, വണ്ടി ഒരു 30 to 40 minutes ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പാകത്തിന് ഒന്നും തന്നെയില്ല. കൂടാതെ നമ്മൾ അസിസ്റ്റൻസ് ഡ്രൈവിംഗ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ചാർജ് എമ്പടിയും നഷ്ടമാവും വിത്തിൻ എ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. അപ്പം എന്നാൽ പിന്നെ ശരിയേ.